കിച്ചണിലേക്ക് ഞാൻ മീഷോന്ന് വാങ്ങിയ കുറച്ച് കിച്ചൺ പ്രൊഡക്റ്റ് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. ആദ്യം വാങ്ങിയത് ഒരു സ്റ്റാൻഡായിരുന്നു കേട്ടോ. ഇതിൽ നമ്മുടെ ടിന്നുകളൊക്കെ വെക്കാൻ പറ്റും. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ളതാണ്, നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും ആണ് കേട്ടോ. പിന്നെ ഇപ്പം എവിടെ നോക്കിയാലും ഈ സ്റ്റീലിൻ്റെ കട്ടറിങ് ബോർഡാണ് കാണുന്നത്. അതും കൂടി ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. കുറേ നാളായിട്ടോ ഇതൊക്കെ ഞാൻ കാർട്ടിലിട്ട് വെച്ചിട്ട് ഇപ്പോഴാണ് വാങ്ങാനായിട്ടുള്ള സമയം എത്തിയിട്ടുള്ളത്. പിന്നെ ഇത് സ്പൂണിൻ്റെ ഒരു റാക്കായിരുന്നു കേട്ടോ. ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ട് ഞാൻ വാങ്ങിയതാണ്. നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. പിന്നെ വാങ്ങിയത് നമ്മുടെ ഫിൽറ്റർ കോഫി ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇത് ഞാൻ ഇവിടുത്തെ സ്റ്റോറിലൊക്കെ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല ക്യാഷ് ഉണ്ടായിരുന്നു. പക്ഷേ മീഷോയിൽ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതെങ്ങനെയാണ് ഇതിൻ്റെ മെക്കാനിസം എന്നൊന്നും കറക്റ്റായിട്ട് എനിക്കറിയില്ല. ഇതിനി നോക്കണം കേട്ടോ, എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നൊക്കെ നോക്കണം. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അടുത്തത് നമ്മൾ വാങ്ങിയിട്ടുള്ളത് കണ്ടെയ്നേഴ്സാണ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. 300 ml ഗ്ലാസ് കണ്ടെയ്നറാണ് കേട്ടോ. ഞാൻ നല്ല പാക്കിംഗ് ആണ്, ഞാൻ പൊട്ടിപ്പോകുമെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ സൂപ്പർ പാക്കിംഗ് ആണ് കേട്ടോ. കൂടാതെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുമാണ്. പ്ലാസ്റ്റിക്കിൻ്റെ മൂടിയാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ വാങ്ങിയ പ്രൊഡക്റ്റാണ് 1100 ml പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ് കേട്ടോ. ഇത് നമ്മുടെ പലഹാരങ്ങളൊക്കെ ഇട്ട് വയ്ക്കാനാണ് കേട്ടോ. നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ പാക്കൊന്ന് ക്ലിപ്പ് ചെയ്തിട്ട് വെക്കുമ്പോൾ തണുത്ത് പോകുന്ന പോലെ തോന്നുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഇതും നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി കേട്ടോ. ഈ വട്ടം മീഷോന്ന് വാങ്ങിയ ഒരു പ്രൊഡക്റ്റും എനിക്ക് റിട്ടേൺ ചെയ്യേണ്ടി വന്നിട്ടില്ല കേട്ടോ. അത്രയും സൂപ്പർ പ്രൊഡക്റ്റ് തന്നെയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മീഷോ ഫൈൻഡിങ്സ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് മറക്കരുത്. നാളെ മറ്റുള്ളതായിട്ട് വരാം. ബൈ.